ഹലോ ഫ്രണ്ട്സ്, ഇത് ബാംഗ്ലൂരിലെ കോരമംഗലയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് റംസാൻ നോമ്പ് മാസങ്ങളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റാണ്. ഇവിടെ നാനാവിധം ആൾക്കാരും വരുന്നുണ്ട്. മുസ്ലിംസ് മാത്രമല്ല, നാനാവിധം ആൾക്കാരും വിവിധ ഇനം ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. പലതരം മീറ്റ്സ് ഇൻക്ലൂഡിങ് ഒട്ടകത്തിൻ്റെ ഇറച്ചി, പിന്നെ ഫിഷ് ഐറ്റംസ്, പാസ്ട്രീസ്, ഡ്രിങ്ക്സ്, കബാബ്സ്, പിന്നെ ഒരുപാട് ഫുഡുകളുണ്ട്. പലതിനും പേരുകൾ പോലും അറിയില്ല. ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയണം, റംസാൻ മാസം മാത്രം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലാണ്. എന്നാലും രുചിക്കൊട്ടും കുറവൊന്നുമില്ല. അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ്. കഴിച്ചിടത്തോളം അങ്ങനെയാണ് തോന്നിയത്. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, പലതരം ഫുഡ്സ് ആയിട്ടുള്ള ക്യാമൽ മീറ്റ്, ഡക്ക്, ഫിഷ് ഐറ്റംസ്, മട്ടൺ, ചിക്കൻ, ബീഫ് എന്ന് വേണ്ട എല്ലാവിധ ഐറ്റംസും ഉണ്ട്. പക്ഷേ എന്ത് മേടിക്കുന്നതിന് മുമ്പും വില ചോദിച്ചിട്ട് ഒന്ന് മേടിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും അധികം ആയിരിക്കും അതിൻ്റെ പ്രൈസ്. ചിക്കൻ, മട്ടൺ, ബീഫ് ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ അതുകൊണ്ടുണ്ടാക്കുന്ന വെറൈറ്റീസ് ആയിട്ടുള്ള വിഭവങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പം ടേസ്റ്റ് ഒന്നായിരിക്കാം, പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷൻ, അതുണ്ടാക്കുന്ന വിധം ഇതെല്ലാം ഡിഫറെൻ്റാണ്. കനലിൽ ചുട്ടെടുക്കുന്ന മാംസം, കല്ലിൽ ചുട്ടെടുക്കുന്ന ബീഫ്, മട്ടൺ, അങ്ങനെയുള്ള പലതരം ഐറ്റംസ് ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ഡിഫറെൻ്റ് രീതിയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ കബാബ് കഴിച്ചിട്ടുണ്ടാകും. കബാബ് തന്നെ നോർമൽ കബാബ്, പിന്നെ ചില്ലി കബാബ്, ഈ കൊറിയാൻഡറിൻ്റെ കബാബ്, അങ്ങനെ പലതരം പല രീതിയിലാണ്. പിന്നെ മീറ്റ് ഐറ്റംസ് അല്ലാതെ തന്നെ ഇവിടെ പലതരം സ്വീറ്റ്സ്, സ്പെഷ്യൽ ഫലൂദ, മൊയ്റ്റോ, സൗദി അറേബ്യൻ കുനാഫ, കട്ട് ഫ്രൂട്ട്സ്, അങ്ങനെ പലതരം ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാഹനത്തിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല, അത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് വരേണ്ടി വരും.